എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ദൈവത്തെ പൂർണ്ണമായി കാണുവാൻ കഴിയാത്ത ഈ ലോകത്തിൽ ദൈവം തൻ്റെ സ്നേഹത്തിൻ്റെ രൂപം മനുഷ്യർക്ക് വെളിപ്പെടുത്തിയ മഹത്തായ മാർഗമാണ് യേശുക്രിസ്തു. അതുകൊണ്ടാണ് കൊലോസ്യർ 1:15 അപ്പോസ്തലനായ പൗലോസ് അത്യന്തം ഗൗരവത്തോടെ പ്രഖ്യാപിക്കുന്നത്, അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവസൃഷ്ടിക്കും ആദിജാതനും ആകുന്നു. എത്ര ആഴമുള്ള വചനമാണിത്! മനുഷ്യൻ പല മാർഗങ്ങളിലൂടെ ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ദൈവത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. ദൈവം ദൂരെ ഇരുന്ന് മനുഷ്യനെ നോക്കിയില്ല, മനുഷ്യൻ്റെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. ആ വരവിൻ്റെ മഹത്തരമായ നാമമാണ് യേശുക്രിസ്തു, അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമ. അത് വെറും രൂപസാദൃശ്യമല്ല, പിതാവിൻ്റെ ഹൃദയം, കരുണ, വിശുദ്ധി, സ്നേഹം, നീതി, ക്ഷമ ഇവയെല്ലാം മനുഷ്യരുടെ മുമ്പിൽ ദൃശ്യമാക്കിയ ജീവിച്ചിരിക്കുന്ന വെളിപ്പാടാണ് യേശു. കരഞ്ഞവരുടെ അരികിൽ അവൻ കരഞ്ഞു, വിശന്നവർക്ക് അപ്പം നൽകി, പാപികളുടെ വീടുകളിലേക്ക് കടന്നു ചെന്നു, വീണുപോയവരെ താങ്ങി എഴുന്നേൽപ്പിച്ചു. അവനെ കാണുന്നവർക്ക് ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ ഹൃദയം കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. പ്രിയരെ, ദൈവം കോപത്തിൻ്റെ മാത്രം ദൈവമല്ലെന്ന് യേശു തൻ്റെ ജീവിതത്തിലൂടെ തെളിയിച്ചു. അവൻ കരുണയുടെ പിതാവാണ്. ദൈവം അകലെയിരിക്കുന്ന ഒരു രാജാവല്ലെന്ന് യേശു കാണിച്ചു തന്നു. അവൻ മനുഷ്യൻ്റെ ഹൃദയവേദനയിൽ പങ്കുചേരുന്ന ആത്മാർത്ഥ സ്നേഹിതനാണ്. ക്രൂശിൽ തറയ്ക്കപ്പെട്ട യേശുവിൻ്റെ കൈകൾ ലോകത്തോട് പറഞ്ഞത് ഇതാണ്, ദൈവം നിങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നു. തൻ്റെ ജീവൻ തന്ന് സകല മനുഷ്യരെയും ദൈവം സ്നേഹിക്കുന്നു. ഈ വചനം പിന്നെയും പറയുന്നു, സർവസൃഷ്ടിക്കും ആദ്യജാതൻ. ഇത് യേശു സൃഷ്ടിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞതല്ല, സകല സൃഷ്ടികളിലും പരമാധികാരിയാണെന്ന മഹത്വ പ്രഖ്യാപനമാണ്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പും യേശു കർത്താവ് ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങളും വാനഗോളങ്ങളും ഈ കാണുന്ന സകലതും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പേ യേശു ഉണ്ടായിരുന്നു. സൃഷ്ടി അവനാൽ ഉളവായി, അവനില്ലാതെ യാതൊന്നും ഉളവായതുമില്ല. ലോകം മാറുന്നു, രാജ്യങ്ങൾ മാറുന്നു, മനുഷ്യരുടെ ചിന്തകൾ മാറുന്നു, എന്നാൽ യേശുക്രിസ്തു മാറുന്നില്ല. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അതുകൊണ്ടാണ് ജീവിതത്തിൻ്റെ അന്ധകാരത്തിൽ വഴിതെറ്റിയവർ യേശുവിലേക്ക് നോക്കുന്നത്. ഭയത്തിൽ വിറങ്ങലിക്കുന്നവർ അവൻ്റെ അരികിലേക്ക് വരുവാനിടയാകുന്നു. കാരണം അദൃശ്യനായ ദൈവത്തെ അറിയുവാൻ മനുഷ്യന് ലഭിച്ച ഏറ്റവും മഹത്തരമായ വെളിച്ചമാണ് യേശുക്രിസ്തു. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പല പ്രതിമകളും നാം തീർക്കാറുണ്ട്. സമ്പത്തിൻ്റെ പ്രതിമ, പ്രശസ്തിയുടെ പ്രതിമ, സ്വാർത്ഥതയുടെ പ്രതിമ. എന്നാൽ മനുഷ്യനെ രക്ഷിക്കുന്ന യഥാർത്ഥ പ്രതിമ യേശുക്രിസ്തുവാണ്. ആ കർത്താവിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ മാത്രമേ ജീവിതം ദൈവികമാകൂ. ഇന്ന് ഈ വചനം ശ്രദ്ധിക്കുന്ന എല്ലാവരോടുമായി ചോദിക്കാനുള്ളത്, നമ്മുടെ യേശു കർത്താവിനെ, യേശുക്രിസ്തുവിൽ ദൈവത്തെ കാണാൻ കഴിയുന്നുണ്ടോ? ആ കർത്താവിൻ്റെ മുഖത്ത് കരുണ കാണുന്നുണ്ടോ? അവൻ്റെ ക്രൂശിൽ സ്നേഹത്തിൻ്റെ മഹത്വം കാണുന്നുണ്ടോ? ലോകം അന്ധകാരത്തിലായാലും ക്രിസ്തു ലോകത്തിൻ്റെ വെളിച്ചമാണ്. മനുഷ്യഹൃദയങ്ങൾ ശൂന്യമായാലും
ക്രിസ്തു ഒരു നിറവാണ്. ജീവിതം തകർന്നാലും ക്രിസ്തു പുനഃസ്ഥാപനമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഹൃദയം തുറന്ന് പറയാം, കർത്താവേ, അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തിയ യേശുവേ, എൻ്റെ ജീവിതത്തിലും നിൻ്റെ രൂപമെന്ന് തെളിയിക്കണമേ. എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. എന്നെ ദൈവസ്നേഹത്തിൽ, ദൈവത്തിൻ്റെ കൃപയിൽ മുമ്പോട്ട് നയിക്കുമാറാകണമേ. അതെ, ദൈവത്തിൻ്റെ സ്നേഹം യഥാർത്ഥമായി തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു ദൈവവചനായി ജീവിക്കുവാൻ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും കർത്താവ് സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.